24 എക്സ്ക്ലൂസീവ് KSRTCക്കായി വാടകയ്ക്ക് ബസ്സുകൾ ഇറക്കുന്നതിനുള്ള ഉത്തരവ് പുറത്തിറങ്ങി. 5 AC വോൾവോ ബസ്സുകളാണ് വാടകയ്ക്കെടുക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് 24-ന്. സർക്കാർ നടപടിക്കെതിരെ CITU നേതൃത്വം പ്രതിഷേധിക്കാത്തതിൽ KSRTC EAയിൽ നിന്ന് ഒരു വിഭാഗം അതൃപ്തി പ്രകടിപ്പിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. ശ്രീജിത്ത്, മുമ്പ് CITU യൂണിയൻ KSRTCയിലെ CITU യൂണിയൻ എതിർത്ത പദ്ധതിയാണ്. ഇത്തവണ എന്തുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പ്രതിഷേധം പോലും അറിയിച്ചില്ല, അംഗീകൃത യൂണിയനായിട്ടുകൂടി? തീർച്ചയായും KSRTCയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ഒരു വിഭാഗത്തിന്റെ വലിയ പിന്തുണ ഇതിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും LDF കൺവീനർ TP രാമകൃഷ്ണനാണ് യൂണിയന്റെ പ്രസിഡന്റ്. അദ്ദേഹം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കട്ടെ. പക്ഷേ 5 ബസ്സുകളാണ്, വോൾവോ ബസ്സുകളാണ് വാടകയ്ക്ക് ഇപ്പോൾ എടുക്കുന്നത്. അതിന്റെ വാടക ടെൻഡർ കഴിഞ്ഞ ദിവസമാണ് വിളിച്ച് അവരെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് എല്ലാം തന്നെ ബംഗളൂരുവിലേക്കാണ്, കർണാടകത്തിലേക്കാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് സേലം വഴിയും അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് നേരിട്ടും, ആലപ്പുഴയിൽ നിന്ന് സേലം വഴി ബംഗളൂരുവിലേക്കും, അത് ആലപ്പുഴയിൽ നിന്നാണ് സർവീസ് തുടങ്ങുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് സേലം വഴി ബാംഗ്ലൂരുവിലേക്കും, തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് തന്നെ മൈസൂരുവിലേക്കും ആണ് ഈ 5 സർവീസുകൾ ഉള്ളത്. അവരുടെ ലിസ്റ്റിന്റെ ആ പകർപ്പാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും CITU വിഷയത്തിൽ ഒരു പ്രതിഷേധത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. അവരുടെ നേതാക്കളുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. ഗോകുൽ. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.